ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഈ വരുന്നൊരാഴ്ചയിലെ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ ചന്ദ്രമതിയെ ഭീഷണിപ്പെടുത്തി തൻ്റെ അമ്മ കൊടുത്ത പണം രവി തിരികെ വാങ്ങുകയാണ്. അപ്പം ഈ കാശുമൊക്കെ ആയിട്ട് നമ്മുടെ സച്ചിത സ്റ്റേഷനിലേക്ക് ചെന്നു. പോലീസുകാരൻ്റെ കയ്യിൽ ഈ പൈസയൊക്കെ വെച്ച് കൊടുത്തിട്ട് അവൻ കുറച്ച് ഡയലോഗൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതൊന്നും ഒരു ന്യായമായ കാര്യങ്ങളല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിയെ പോലുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഇതൊന്നും അംഗീകരിക്കാനും സാധിക്കില്ല. അങ്ങനെ ഒരുവിധം വണ്ടിയുടെ താക്കോലും കയ്യിൽ കിട്ടി. ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആ പോലീസുകാർ നമ്മുടെ സച്ചിക്ക് മുട്ടനൊരു പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സച്ചിയോടുള്ള ആ ഒരു വൈരാഗ്യം ആ SI തീർത്തത് അവൻ്റെ വണ്ടിയിലാണ്. അപ്പം വണ്ടി ഒരു രക്ഷയില്ലാതെ അനക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വണ്ടി ആകെ ഡാമേജ് ആയിരിക്കുകയാണ്. അങ്ങനെ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നമ്മുടെ സച്ചിയാണെങ്കിൽ അത് നോക്കുന്ന ആ ഒരു സമയത്ത് സച്ചിക്ക് മനസ്സിലായി, ഇനി ഇത് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളിപ്പോൾ കൊടുത്ത പൈസയുടെ അപ്പുറത്തെ പൈസ വേണ്ടി വരും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഇതൊന്ന് വർക്ക്ഷോപ്പിൽ എത്തിക്കണമല്ലോ. അങ്ങനെ സച്ചിയും രേവതിയും അതുപോലെ തന്നെ നമ്മുടെ ദേവും ശ്രീകാന്തും ഒക്കെ കൂടി വണ്ടി തള്ളുകയാണ്. ആ സമയമൊക്കെ ആണെങ്കിലും നമ്മുടെ സച്ചി ആണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ട്, നീ എന്തിനാ ഭക്ഷണം കഴിക്കാതൊക്കെ ഇരുന്നത് എന്നൊക്കെ ചോദിച്ച് അവർ തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ശരിക്കും പറഞ്ഞാൽ ഇവർ ഇത്രയും നാളും ഫൈറ്റ് ആയിരുന്നല്ലോ. അപ്പം ആ ഒരു ഫൈറ്റൊക്കെ മാറി മാറി വരികയാണ്. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ പ്രത്യേകമായിട്ട് രേവതിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെതാ സച്ചിയും രേവതിയും ഒക്കെ വീട്ടിലെത്തിയ പാടെ തന്നെ രവി ചോദിക്കുന്നുണ്ട്, എന്തായി മോനെ, എന്തായി കാറിൻ്റെ കാര്യം? അച്ഛാ, ആ കാർ ഇനി പുറത്തിറക്കണമെങ്കിൽ നമ്മൾ വാങ്ങിയതിൻ്റെ അത്രയും പൈസ തന്നെ കൊടുക്കേണ്ടി വരും. എന്തായാലും ആ കാറ് മൊത്തത്തിൽ അവന്മാർ നാശാക്കി കളഞ്ഞു എന്നും പറഞ്ഞ് സച്ചി സങ്കടപ്പെടുകയാണ്. പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മുടെ സച്ചിയും രേവതിയും കൂടി ഉറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് സച്ചിക്ക് ഉറക്കം വരുന്നില്ല. സച്ചി ഭയങ്കര ചിന്തയിലാണ്. ശരിക്കും പറഞ്ഞാൽ സച്ചിയെ ആരോ മനഃപൂർവ്വം ചതിച്ചതാണെന്നും ആ ചതിയൻ ആരാണ് എന്ന് കണ്ടെത്തിയില്ലെങ്കിൽ എനിക്ക് മനസമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല എന്നും പറഞ്ഞ് സച്ചി രേവതിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും ഗജാനന്ദൻ്റെ ആൾക്കാരാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള സത്യം അറിയാവുന്ന രേവതിയാണെങ്കിലോ സച്ചിയെ സമാധാനിപ്പിക്കുക. ഇയാൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് തന്നെ മനഃപൂർവ്വം അവനെ സമാധാനിപ്പിച്ച് അവനെ അവൾ കിടത്തി ഉറക്കി. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ ചന്ദ്രമതി കയ്യിൽ വന്ന 2 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് ഇത് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തെ കാര്യമായിരുന്നു. ഇനി എങ്ങനെ ശ്രുതിക്ക് താൻ വിചാരിച്ചതുപോലെ സാരിയും അതുപോലെ തന്നെ 10 പവൻ്റെ സ്വർണ്ണമൊക്കെ എങ്ങനെ ഒപ്പിച്ചു കൊടുക്കാനാണ്? ഈ ഒരു ടെൻഷനിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും ഭാമ വിളിക്കുകയാണ്, എടി ദേ കല്യാണത്തിന് ഇനി അധികം ദിവസമൊന്നും ഇല്ലല്ലോ, നമുക്ക് പൈസയും ഒക്കെ ആയിട്ട് സ്വർണ്ണം എടുക്കാൻ പോകണ്ടേന്ന് ചോദിക്കുക. നീ ഈ പൈസയൊക്കെ അച്ഛമ്മയോട് വാങ്ങിച്ച് അത് നിന്റെ അലമാരി വെച്ച് പൂട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ദേ ഇപ്പം വന്നേ, ഞാൻ ഫ്രീ ആണെന്നും പറഞ്ഞ് ബാമ വിളിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പതറി നിൽക്കുകയാണ്. എടി കാശ് മുഴുവനും പോയടി. കാശ് ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ച് വെച്ചത് തന്നെയാ. പക്ഷേ ഈ സച്ചി എന്ന് പറയുന്ന അവൻ ഓരോ പൊല്ലാപ്പിൽ ചെന്ന് പെട്ടു. ഇപ്പം ദാ അവൻ്റെ വണ്ടി സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആ പൈസ കൊണ്ടുപോയടി എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ഒരേ കരച്ചിൽ. അല്ല അപ്പം നീ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വേണ്ട, ഞാനൊരു കാര്യം കൂടി എൻ്റെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചന്ദ്രമതി ഭാമയോട് പറയാണ്, ദേ ഞാനേ ഒരു 10 മിനിറ്റിനകം ഇറങ്ങും. നീ ഒരു കാര്യം ചെയ്, നീ നമ്മൾ എപ്പോഴും നിൽക്കാറുള്ള സ്ഥലത്ത് നിൽക്കെന്നും പറഞ്ഞ് ഫോൺ വെച്ചു. അതിനുശേഷമാണെങ്കിലോ ചന്ദ്രമതി ഒരുങ്ങി കെട്ടി പോകുമ്പോഴത്തേക്കിനും രവി ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇത് എങ്ങോട്ട് പോവാ? അത് എനിക്ക് എൻ്റെ 1-2 കൂട്ടുകാരെയൊക്കെ കാണാനുണ്ട്, അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ചന്ദ്രമതി യാത്രയൊക്കെ ചോദിച്ചു. പക്ഷേ ഈ സമയത്താണെങ്കിലോ സച്ചിക്ക് എങ്ങനെയെങ്കിലും തൻ്റെ വണ്ടി ഒന്ന് ശരിയാക്കി എടുക്കണമല്ലോ. അതുമാത്രമല്ല ഇത്തവണത്തെ കാശും അടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിയാണെങ്കിൽ പലിശക്കാരൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ പലിശക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ തന്നെ ഭാമയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പം ഓൾറെഡി ഇവിടെ അവരുടെ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി കുറച്ച് പൈസയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ആ കാശിൻ്റെ മേലെ കുറച്ചുകൂടി പൈസ കടം ചോദിക്കാനാണ് നമ്മുടെ ചന്ദ്ര വന്നിരിക്കുന്നത്. അപ്പം ചന്ദ്രയുടെ വീടിന് ഇത്ര ലക്ഷം രൂപ വില മതിക്കും എന്നറിയാവുന്ന പലിശക്കാരനാണെങ്കിലോ ഒരു 7 ലക്ഷം രൂപയും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും ഭാമ ചോദിക്കുന്നുണ്ട്, എൻ്റെ ചന്ദ്രേ 5 ലക്ഷം രൂപ എങ്ങാനും എടുത്താൽ പോരെ, നീ ഇത് എന്തിനാ 7 ലക്ഷമൊക്കെ എടുക്കുന്നത്? എടി കല്യാണമല്ലേ, ഒരു കാര്യത്തിനും ഒരു കുറവും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഇത്രയും തുകയൊക്കെ വേണം. അവനെൻ്റെ 2 ലക്ഷം കൊണ്ടാണ് പോയിരിക്കുന്നത്. എന്തായാലും 7 ലക്ഷം രൂപയെങ്കിലും വേണം. ശ്രുതിക്ക് 10 പവൻ്റെ സ്വർണം തികച്ചെടുക്കണമെന്നും പറഞ്ഞ് ചന്ദ്രയാണെങ്കിൽ പ്രമാണത്തിൽ അത്രയും പൈസയൊക്കെ കൂട്ടിയെടുത്തു. അതിനുശേഷം അവർ പോകുന്ന സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ട് വരുന്നത്.
സച്ചിയെ കണ്ട പാടെ തന്നെ ചന്ദ്രയാണെങ്കിൽ പാത്തു നിന്നു. ഇതെന്താണപ്പാ ഇവൻ ഇവിടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിൽ ഇവർ വന്നതൊന്നും കണ്ടില്ല കേട്ടോ. നമ്മുടെ ചന്ദ്രമതി ഒപ്പിട്ട് കൊടുത്ത ആ പ്രമാണത്തിന്റെ കോപ്പിയൊക്കെ ആ മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ടാവും. അപ്പം ഇതൊന്നും അറിയാതെ നമ്മുടെ സച്ചിയാണെങ്കിലോ ഏതോ ഒരു മനുഷ്യൻ വന്ന് അടുത്തത് പണയപ്പെടുത്തിയിട്ട് പോയതാണ് എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ആ ഒരു സ്റ്റാഫിന്റെ കയ്യിലേക്ക് ഈ ഒരു ആധാരം എടുത്ത് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സ്വന്തം വീടിന്റെ ആധാരമാണ് സച്ചി എടുത്തതെന്ന് പോലും അവൻ അറിയില്ല. അങ്ങനെ സച്ചി അയാളോടൊരു അവധിയൊക്കെ പറയുക. അപ്പം അയാൾ പറയുന്നുണ്ട്, സച്ചി നിന്നെ എനിക്ക് നല്ല വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിനക്ക് കുറച്ച് ഇളവൊക്കെ ചെയ്തു തന്നത്. അതുകൊണ്ട് വണ്ടി ഇപ്പോൾ ഓടാതെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാനാ? അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്, ഇതുപോലെ പിടിച്ച വണ്ടികളാണ്. നിന്റെ വണ്ടിയായിട്ട് സാമ്യമുള്ള ഏതെങ്കിലും ഒരു വണ്ടി എടുത്തോന്ന് പറയുക. എന്നാ ആയിക്കോട്ടെ, വലിയ ഉപകാരമായി ചേട്ടാ. ചേട്ടൻ ഇങ്ങനെയുള്ളൊരു മനസ്സുണ്ടല്ലോ. ഉപകാരമൊക്കെ ചെയ്യും ഞാൻ, പക്ഷേ സമയമാകുമ്പോഴത്തേക്കിനും പലിശ തന്നിരിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ സച്ചിക്ക് കീ ഒക്കെ കൊടുത്തു. അപ്പം സച്ചിക്കാണെങ്കിൽ ഇച്ചിരി സന്തോഷമൊക്കെ ആയി. അങ്ങനെ വീട്ടിൽ മടങ്ങി എത്തിയ സച്ചിയാണെങ്കിലോ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, രേവതിയോടും പറഞ്ഞു. അപ്പം പഴയ വണ്ടി പോലെയൊന്നും അല്ലെങ്കിലും തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ചന്ദ്രമതി ആ കൊണ്ടുപോയി പണയപ്പെടുത്തിയല്ലോ ആ ഒരു പൈസയ്ക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഡ്രസ്സും അതുപോലെ തന്നെ ആഭരണങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്ത് വീട്ടിലെത്തിയ പാടെ തന്നെ നമ്മുടെ രേവതി ഒരു പുച്ഛത്തോടു കൂടിയാണ് ചന്ദ്ര നോക്കുന്നത്. അപ്പം ശ്രുതിയും വന്നു ഇവരോടൊപ്പം. അങ്ങനെ ശ്രുതിക്ക് നല്ല ചേർച്ചയാണ്, ശ്രുതി നല്ല വെളുത്തതാണ്, കാണാൻ ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയെ മനഃപൂർവ്വം ചന്ദ്ര കൊച്ചാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ രവിക്ക് ഇതൊന്നും കണ്ടിട്ട് തീരെ ദഹിക്കുന്നില്ല കേട്ടോ. രവി ആണെങ്കിൽ ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട്. പക്ഷേ നമ്മുടെ രേവതി ആണെങ്കിൽ എല്ലാത്തിലും സന്തോഷം കണ്ടെത്തുകയാണ്. അവൾ അങ്ങനെ അവിടെ നിൽക്കുന്ന നേരത്ത് ചന്ദ്രയാണെങ്കിലോ അതെ ഇവിടെ വെറുതെ വായി നോക്കി നിൽക്കണ്ട, ഇത്രയും വില കൂടിയ സാധനങ്ങളൊക്കെ ആദ്യമായിട്ടായിരിക്കുമല്ലേ കാണുന്നത്. ഒരു കാര്യം ചെയ്, നീ പോയി ഞങ്ങൾക്കൊക്കെ കുടിക്കാനുള്ള ചായ എടുത്തിട്ട് വാന്നും പറഞ്ഞ് അവളെ പറഞ്ഞു വിടുകയാണ്. അവളിതാ ചായയൊക്കെ എടുത്തോണ്ട് വരുമ്പോൾ പൂക്കാരി വായി നോക്കി നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ നമ്മുടെ രേവുവിനെ അധിക്ഷേപിക്കുമ്പോഴത്തേക്കിനും അവളൊരു അക്ഷരം പോലും മിണ്ടിയില്ല കേട്ടോ. എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു. അതിന് ശേഷമാണെങ്കിലും നമ്മുടെ രവി ആണെങ്കിലും അല്ല ചന്ദ്രൻ അവരൊക്കെ പോയതിന് ശേഷമാണ് നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും പൈസ? നീ ഇതെങ്ങനെ ഇത്രയും വിലയുള്ള സാധനമൊക്കെ വാങ്ങിച്ചത്? അതും പോരാഞ്ഞിട്ട് ദാ ശ്രുതിക്ക് സ്വർണം എടുത്തിട്ടുണ്ടല്ലോ, ഇതൊക്കെ എവിടെ നിന്നാണ് എന്നും ചോദിച്ചേ രവി കാര്യങ്ങൾ അന്വേഷിക്കുമ്പം അത് ഞാൻ ഒപ്പിച്ചതാണ്, എൻ്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ചന്ദ്രമതി പതിയെ നമ്മുടെ രവി അങ്ങ് മടക്കി. അപ്പം ദാ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തുപോയി അലമാരിയുടെ അകത്ത് വെക്കുന്ന സമയം നമ്മുടെ സച്ചി അങ്ങോട്ട് വരികയാണ്. അതെ ഇത്രയും വില കൂടിയ സാധനങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ മരുമകൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് എനിക്ക് എൻ്റെ ഭാര്യയും. നിങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് എന്താ മേടിച്ചു കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പം നമ്മുടെ രേവതിക്ക് നല്ല ആശ്വാസമായി കേട്ടോ. രേവതിക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ സച്ചി തുടങ്ങിയിരിക്കുന്നു. അപ്പം അതൊരു പോസിറ്റീവ് സൈനായിട്ടാണ് പുള്ളിക്കാർ കാണുന്നത്. അങ്ങനെ അവൾക്ക് വലിയ സമാധാനമായി. അവളിങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ മലേഷ്യയിലാണ് ശ്രുതിയുടെ അച്ഛൻ്റെ വീട്. അവിടെയുള്ള ശ്രുതിയുടെ അച്ഛൻ നോക്ക്, നിന്റെ അമ്മായിയപ്പൻ ആരായിരുന്നു? അയാൾ വെറും ഒരു പൂക്കച്ചവടക്കാരൻ. അപ്പം ആർക്ക് വേണ്ടിയാ ഞാൻ പൈസ മുടക്കേണ്ടത്? ഇവളുടെ സ്റ്റാറ്റസും അവളുടെ സ്റ്റാറ്റസും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കുമോനെ, അപ്പം നിനക്ക് മനസ്സിലാകുമെന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ അധിക്ഷേപിച്ച് വീണ്ടും വീണ്ടും പറയുമ്പം അതെ മരുമക്കൾ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. അതെ ഈ വീട്ടിലെ ജോലികൾ മുഴുവനും ചെയ്യുന്നത് എൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് അവൾക്ക് അതിൻ്റെതായിട്ടുള്ള മര്യാദ നിങ്ങൾ കൊടുക്കണമെന്നും പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ഒരു പൊടിക്ക് അങ്ങ് ഒതുങ്ങി. അപ്പോൾ ഇനി കല്യാണമാണ്, ഇവനുമായിട്ട് വഴക്കിട്ട് കഴിഞ്ഞാൽ ഇവൻ ഏതൊക്കെ രീതിയിൽ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഒരു പൊടിക്ക് ഒതുങ്ങി മാറി നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ രേവതി അരിയെടുക്കാൻ പോകുമ്പോഴും അതുപോലെ ഭക്ഷണം ഉണ്ടാക്കാൻ ചെല്ലുമ്പോഴും ഒക്കെ സച്ചിയുടെ തലയിൽ നീ വന്ന് കയറി. അതിനുശേഷമാണ് അവനും കഷ്ടപ്പാടാണ് ഈ കുടുംബത്തിനും കഷ്ടപ്പാടാണ് എന്നും പറഞ്ഞൊക്കെ ചന്ദ്രമതി കുത്തുവാക്കുകൾ കൊണ്ട് മൂടുകയാണ്. സഖി കേട്ട് നമ്മുടെ രേവതി അച്ഛമ്മയെ വിളിച്ചു. അച്ഛമ്മയോട് പറയുന്നുണ്ട്, അച്ഛമ്മ ഞാൻ വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പം അച്ഛമ്മയാണെങ്കിൽ നമ്മുടെ രേവതിയെ സമാധാനിപ്പിച്ചു. അങ്ങനെതാ അച്ഛമ്മ പിറ്റേ ദിവസം വീട്ടിൽ വന്നു. അങ്ങനെ അച്ഛമ്മ വന്നതും ചന്ദ്ര ഒരു പൊടിക്ക് പിന്നെ ഒതുങ്ങി. ചന്ദ്രയെ ഒതുക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കലാവതി മുത്തശ്ശി തന്നെയാണ് വേണ്ടത്.
അപ്പം മുത്തശ്ശി വന്ന പാടെ തന്നെ മുത്തശ്ശിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ, ചന്ദ്ര ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നതെന്നും എങ്ങനെയൊക്കെ പെരുമാറും എന്നുള്ള രീതി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മുത്തശ്ശി ആ രീതിക്ക് അനുസരിച്ച് തന്നെ നിൽക്കുക. അതിനിടയ്ക്ക് മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല രേവതിയുടെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തം വരെ ഞാൻ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവരുടെ താലി പൂജ എന്ന് പറയുന്ന ചടങ്ങ് അത് നമ്മൾ നടത്തിയിട്ടില്ലല്ലോ രവി, നമുക്ക് ശ്രുതിയുടെയും വിവാഹത്തിന് മുന്നേ ആ ചടങ്ങ് നടത്തിയാലോ എന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശി വലിയ താല്പര്യത്തിൽ ഇതൊക്കെ പറയുമ്പോഴത്തേക്കിനും രേവതി പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശി, ഇപ്പൊ തന്നെ അങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ ഉദ്ദേശിച്ചതല്ലേ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ജീവിതമൊന്നും ദൈവം വിധിച്ചിട്ടുണ്ടാവില്ല, പോയത് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അല്ല മുത്തശ്ശി, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്, സച്ചിക്കാണെങ്കിലും ഇപ്പൊ പ്രശ്നങ്ങളല്ലേ, കട ഒഴിഞ്ഞിട്ട് ഒരു നേരവും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ അതൊന്നും ഇപ്പൊ വേണ്ടാതും പറഞ്ഞ് അവള് മാക്സിമം പിൻവലിയാൻ നോക്കുമ്പം ഈ അവസരം മുതലാക്കുകയാണ് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, അതെ അവൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നം, ശ്രുതിയുടെയും വിവാഹമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, അവരുടെ ശാന്തി മുഹൂർത്തവും അവരുടെ താലി പൂജ ചടങ്ങും ഒക്കെ നമുക്ക് ഗംഭീരമാക്കി നടത്താമല്ലോ, അതിനുശേഷം ഇവരുടെ ആലോചിക്കാന്ന് പറയുമ്പോൾ, എടി ചന്ദ്രേ മക്കള് രണ്ടുപേരും നിന്റെ തല്ലേന്ന് ചോദിക്കുമ്പം അതൊക്കെ ശരിയാണ്, അപ്പോൾ അങ്ങനെയാണെങ്കിലേ ഞാൻ പറയുന്നത് കേട്ടേച്ചാൽ മതി, എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, ആദ്യം കല്യാണം കഴിഞ്ഞത് സച്ചിയുടെയും രേവതിയുടെയും ആണ്, അതുകൊണ്ട് തന്നെ അവരുടെ താലി പൂജ ചടങ്ങ് അത് ഗംഭീരമായിട്ട് നടത്തണം, അതും രേവതി മോളുടെ വീട്ടുകാരെയൊക്കെ ക്ഷണിച്ചു വേണം നടത്താനെന്ന് പറയുക. പെട്ടെന്ന് തന്നെ ചന്ദ്രയ്ക്ക് ദേഷ്യമായി. അങ്ങനെയൊക്കെയാണ് അമ്മയുടെ പ്ലാൻ എന്ന് മനസ്സിലാക്കിയ ചന്ദ്രമതി അത് പൊളിക്കാനുള്ള പഠിച്ച 18 എടുക്കുമ്പോഴത്തേക്കിനും പക്ഷെ അതൊക്കെ ചീറ്റിപ്പോവുകയാണ്. അങ്ങനെ വളരെ ഗംഭീരമായി നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും താലി പൂജിക്കുന്ന ചടങ്ങ് നടത്താനായിട്ട് അച്ചമ്മ നിശ്ചയിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രേവതി രാവിലെ പൂ കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ ഈ സമയത്ത് യാദൃശികമായിട്ട് ശ്രുതിയുടെ അമ്മയെയും അതുപോലെ ആദിക്കുട്ടനെയും കാണുകയാണ്. അപ്പൊ ഇവരെ കണ്ടപാട് തന്നെ, മോളെ എടി നിനക്ക് സുഖമാണോ, നിന്റെ വീട് ഇവിടെയൊക്കെ ആണോ എന്നൊക്കെ ചോദിച്ച് ആ അമ്മ രേവതിയോട് വർത്താനം പറയുമ്പം, അതെ അമ്മേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സംഭവം നടക്കാൻ പോവുക, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ശ്രുതിയുടെ അമ്മയും കൂട്ടി രേവതി നമ്മുടെ ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പം എന്തായാലും ശ്രുതി ആ വീട്ടിലുണ്ടാവും ഈ പരിപാടിക്ക്. അപ്പം ശ്രുതിയുടെ അമ്മ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഗംഭീര ടെസ്റ്റിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു സസ്പെൻസ് നിർത്തിക്കൊണ്ടാണ് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ ഈ വരുന്ന ഒരാഴ്ചയിലെ ആ ഒരു വിശേഷമൊക്കെ അവസാനിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.